ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ലേണിംഗ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് 20ാമത്തെ ദിവസമാണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഐ തിങ്ക് യു ടു ബി എക്സൈറ്റഡ് ഹു ഓവർ ഫോളോയിങ് മീ. നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. കാരണം നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഇറർ എല്ലാം പോയി കറക്റ്റായിട്ട് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതായത് ഇതിനെ നന്നായി ഫോളോ ചെയ്യുകയും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയുമാണ് എങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആയി വരുന്നത് എനിക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മളൊപ്പം ജസ്വിൻ ഉണ്ട്. ഹായ് ജസ്വിൻ, ആർ യു റെഡി ഫോർ ദ ക്ലാസ്? യെസ്. ആൻഡ് ജസ്വിൻ, ഡു യു റിമെമ്പർ വാട്ട് വി ഡു ദ ലാസ്റ്റ് ഡേയ്സ്? ഗ്രാമർ കുറേ ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളാണ് ഗ്രാമർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റും പ്രസന്റ് പെർഫെക്റ്റും. സിമ്പിൾ, പ്രസന്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് ടെൻസിൽ കഴിഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് ടെൻസിലെ എല്ലാ 4 ഫോമുകളും കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ കാണാത്തവർ നന്നായിട്ട് കാണുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളൂ. അത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒന്നുമല്ല, പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെൻസിന്റെ ഭാഗം കൂടി കഴിയുമ്പോഴേ നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കണ്ടോ, നമ്മൾ ടെൻസ് എടുക്കുമ്പോൾ പോലും നമ്മൾ പരമ്പരാഗതമായി പഠിച്ചു വന്ന ആ ശൈലിയിലല്ല നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതിനൊക്കെയാണോ കണക്ഷൻ ഉള്ള ആ കണക്ഷൻ അനുസരിച്ചാണ് എടുക്കുന്നത്. സോ പ്ലീസ് ഡു വാച്ച് ദ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ മാക്സിമം സെന്റൻസുകൾ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ സെന്റൻസുകളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വരുന്നിരിക്കുന്നത് ഫാമിലീസ് ഉണ്ട് അല്ലെ ജസ്വിനെ? ഡു യു റിമെമ്പർ അബൌട്ട് ദ ഫാമിലീസ്? പ്രസന്റ് ഫാമിലി ആൻഡ് പാസ്റ്റ് ഫാമിലി. അല്ലേ, അത് നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഇറർ ഉണ്ടാകില്ല എന്നതാണ്. കാരണം നിങ്ങളുടെ ഈ ഓക്സിലറി വെർബ്സും മെയിൻ വെർബുമാണ് നമ്മുടെ ഇംഗ്ലീഷിലെ ടെൻസിനെ മാറ്റിമറിക്കുന്നത് അല്ലെ. അത് രണ്ടും വ്യത്യാസമുള്ളൂ. വേറെ ഏതെങ്കിലും വ്യത്യാസം ഉണ്ടോ ജസ്റ്റിനെ? നോ, വേറെ ഒന്നും വ്യത്യാസമില്ല. സെന്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സെന്റൻസിനെ പ്രസന്റ് ആക്കുന്നതും പാസ്റ്റ് ആക്കുന്നതും ഫ്യൂച്ചർ ആക്കുന്നതും അതിന്റെ ഏത് പെർഫെക്റ്റ് ആക്കുന്നതും കണ്ടിന്യൂസ് ആക്കുന്നതും എല്ലാം വരുന്നത്, നിങ്ങൾക്ക് വരുന്ന മാറ്റം എവിടെയാണ് മെയിനായിട്ട് വരുന്നത്? ഓക്സിലറി വെർബ്സിലും വെർബിലുമാണ് വരുന്നത്. സോ പ്ലീസ് ഗോ ത്രൂ again and again in every videos regarding the present family and past family. So the same thing is again repeated since to get into your brain the image. നമ്മുടെ ബ്രെയിനിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഇമേജ് ആണ്. സോ ലെറ്റ് ദ ഇമേജ് ഗെറ്റ് ഇൻ ടു യുവർ മൈൻഡ്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം ഈ ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. പ്രസന്റിൽ ഏതൊക്കെ വരുന്നു, പാസ്റ്റിൽ ഏതൊക്കെ വരുന്നു, അത് ആം ഈസ് ആർ എവിടെയാണ് വരേണ്ടത്, ഡു ഡസ് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്, ഹാസ് ആൻഡ് ഹാവ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ again and again I am not going to say you, but you need to watch back. ഓക്കെ, ഇതിന് മുമ്പിലത്തെ വീഡിയോസിൽ വാച്ച് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക. സോ വെർബിന്റെ ഫോം, ഈ ഓക്സിലറി വെർബ്സും കൂടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മളൊരു 80% ഇംഗ്ലീഷ് ഇറർ ഫ്രീ ആയിരിക്കും. ടെൻസിന്റെ വെർബിന്റെ ഫോം പറയുമ്പോൾ V1, V1S, V2, V3 ആൻഡ് V4, അതായത് വെർബിന്റെ ING ഫോം. ഇത് നിങ്ങൾ ഇന്ന് വായിക്കുന്ന ടെക്സ്റ്റിലെ എല്ലാ വെർബ് ഫോമുകളും അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഏതാണ്, V1 ആണോ, V1S ആണോ, V2 ആണോ, V3 ആണോ, അല്ലെങ്കിൽ V4 ആണോ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷിന് യാതൊരു തെറ്റും ഉണ്ടാകുകയില്ല. അത് നമ്മൾ ഓൾറെഡി ഓൺലൈൻ ക്ലാസ്സിൽ ലൈവായിട്ട് നടക്കുന്ന എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ട്. സോ വളരെ ഉപകാരപ്രദമാണെന്ന് അവർ പറഞ്ഞതാണ്. സോ വാട്ട് യു ടു ഡു ദ സെയിം. ഓക്കെ ജസ്വിൻ, റെഡി? യെസ്. ഓക്കെ, ഇവിടെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പാരഗ്രാഫെ വായിച്ചിരുന്നു. പാരഗ്രാഫ് എന്താണ് വായിച്ചിരുന്നത്? വാട്ട്സ് അപ്പോൺ എ ടൈം ദ സൺ വാസ് ഷൈനിങ് ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമർ പഠിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. പണ്ട് ഇത് പ്രകാശിച്ചിരുന്നു, ഇപ്പോൾ പ്രകാശിക്കുന്നില്ലേ എന്ന് ചോദിക്കരുത്. നമ്മളൊരു കഥ പോലെ പറയുന്നു. എന്തിനു വേണ്ടി? ടെൻസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ സൺ ആയതുകൊണ്ടാണ് ഇവിടെ വോസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ അത് ഷൈനിങ് എന്ന് പറയുന്നത് V4 ആണ്. അപ്പം വോസ് ഓർ വേ പ്ലസ് V4 ആണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്തായിരിക്കും ജിസ്റ്റിന് വരുന്നത്? നമ്മൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസിൽ വോസ് ഓർ വേ പ്ലസ് V4 എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ കണ്ടിന്യൂസ് ടെൻസിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ ഏത് വരും? ഏതാണ് വരുന്നത്? ആം വരും, പിന്നെ ഈസ് വരും, ഈസ്, ആർ, അതിന്റെ കൂടെ ഏതായിരിക്കും വരുക? V4 അല്ലേ. അതിന്റെ കൂടെ വരുന്നത് V4 ആണ്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ,
പ്രസന്റ് ഫാമിലി പാസ്റ്റ് ഫാമിലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരില്ല. ഇവിടെ പ്രസന്റ് ഫാമിലി വന്നു, ആമി സാർ വന്നു, മോളിൽ എന്താണ് വന്നത്, വാസ് വെർ വന്നു, പാസ്റ്റ് ഫാമിലി വന്നു. V4 എന്ന് പറയുന്നത് സെയിം ആണ്. നമുക്ക് സെന്റൻസ് നോക്കാം. The sun is shining brightly in the sky. The sun is shining brightly in the sky. The sun was shining brightly in the sky. എന്ത് മാറ്റാണ് വന്നിരിക്കുന്നത്? ഈസിന് പകരം എന്തായിരുന്നു? was ആയിരുന്നു അല്ലേ? അതല്ലേ മാറ്റമുള്ളൂ. Yes. വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? സെന്റൻസിലെ സൺ മാറിയിട്ടുണ്ടോ? സൺ എന്ന വേർഡ് മാറിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, മാറിയിട്ടില്ല. ഷൈനിങ് ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, മാറിയിട്ടില്ല. അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രസന്റ് ഫാമിലി പാസ്റ്റ് ഫാമിലിയുടെ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ, വേറൊരു വ്യത്യാസവും ഇല്ല. സെക്കൻഡ് സെന്റൻസ് നോക്കിയേ. ബേർഡ്സ് ആർ ചീപ്പിംഗ് ഹാപ്പിലി ആൻഡ് ഫ്ലവേഴ്സ് ആർ ബ്ലൂമിംഗ് ഇൻ ദ ഗാർഡൻ. അതിൽ വന്നിരിക്കുന്ന നോക്കിയേ, ബേർഡ്സ് ആർ ചീപ്പിംഗ്. അത് വേർ എന്നതിന് പകരം ആർ വന്നു. വൈ ഡിസ് ആർ? എന്തുകൊണ്ട് ആർ വന്നിരിക്കുന്നത്? പ്ലൂറൽ ആയതുകൊണ്ട്. ഏതാണ് പ്ലൂറൽ ആയിരിക്കുന്നത്? ബേർഡ്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആയിട്ടുണ്ട്. വേറൊരു വ്യത്യാസം വന്നിട്ടില്ല. ചീപ്പിംഗ് ഉള്ള ചീപ്പിംഗ് ആണ്. അതിന് പകരം നമ്മളവിടെ വേർഡ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ഫ്ലവേഴ്സ് വെർ ബ്ലൂമിംഗ്. ആൻഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ആർ വന്നു. അത്രമാത്രം വ്യത്യാസമുള്ളൂ. പ്ലൂറൽ ആകുമ്പോൾ ഏത് ഉപയോഗിക്കണം, സിംഗുലർ ആകുമ്പോൾ ഏത് ഉപയോഗിക്കണം എന്ന് നമ്മൾ ഓൾറെഡി സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്സ് എന്നിവയെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇത് കാണാത്തവർ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഓക്സിലറി വെർബ്സിന്റെ വീഡിയോസ് കാണുക. വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ സിമ്പിൾ ഇറ്റ് ഈസ് ടു യൂസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ എത്ര സിമ്പിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ സാറ ഈസ് പ്ലേയിങ് വിത്ത് ഹെർ ടോയ്സ് വൈൽ ഹെർ മാം ഈസ് കുക്കിംഗ് ഡിന്നർ. കണ്ടോ, അവിടെ എന്തൊക്കെയാ വന്നിരിക്കുന്നത്? സാറ എന്ത് ചെയ്യുകയാണ്? കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈസ് പ്ലേയിങ്. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് വന്നു? വാസ് പ്ലേയിങ്. ഇവിടെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അല്ലെ, രണ്ടും നടക്കുന്നത് ഒരേ സമയത്താണ്. മാം ഈസ് കുക്കിംഗ് ഡിന്നർ. മാം കഴിഞ്ഞിട്ട് ഈസ് വരാനുള്ള കാരണം മാം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഈസ് വന്നു. പിന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടും. And then is reading, dog is sleeping എന്ന് പറയുന്നതും was reading പകരം is reading വന്നു. Then dog was sleeping എന്ന് പറയുന്നതിന് dog is sleeping എന്ന് വന്നു. is വരാൻ കാരണം നമ്മൾ പറഞ്ഞു because that dog is singular. Is it clear? Yes. ഇത് റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഫാസ്റ്റിൽ സംസാരിക്കുന്നത്. ഫാസ്റ്റ് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഐ ജസ്റ്റ് ഡു ദ ക്ലാസ്സസ് വെരി ഫാസ്റ്റ് ടു മേക്ക് യു ടു അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോ ഒന്നുകൂടി റീവാച്ച് ചെയ്യേണ്ടതാണ്. ദെൻ വി വിൽ ജസ്റ്റ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഇതിന്റെ വോസും വേറും പറഞ്ഞിരുന്നു. ഇവിടെ ഒരു മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാണെന്ന് അറിയോ? ഐ എന്ന് പറയുന്നതാണ്. ഈ വോസിന്റെ കൂടെ വന്നിരിക്കുന്നത് ഐ ഉണ്ട്. ബാക്കി എല്ലാം സിംഗുലർ സബ്ജക്റ്റ് ആണ്. അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിലെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് ഐ എന്ന് പറയുന്നത് വോസിന്റെ കൂടിയാണ് വരുന്നത്. ഐ വോസ്. ബാക്കി എല്ലായിടത്തും തന്നെ ഐ എന്തിൽ വരും? പ്ലൂറലാണ് വരുന്നത്. ഇവിടെ നോക്കിയേ, പ്ലൂറൽ നോക്കിയേ, യു, ദേ, വി, ജാക്ക് ആൻഡ് ജിൽ, ഡൽഹി ആൻഡ് മുംബൈ എന്ന് പറയുന്ന എല്ലാം വരും. അതിൽ ഐ ഇല്ല. കാരണം ഇതിന് മുമ്പിലത്തേലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഐ പ്ലൂറലിന്റെ കൂടെയാണ്. ഇവിടെ വന്നിരിക്കുന്നത് സിംഗുലറിന്റെ കൂടെ. ആ കാര്യം മാത്രം ഇവിടെ മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ ആം വന്നിട്ടുണ്ട്. പ്രസന്റ് ടെൻസിന്റെ ഫാമിലി വന്നിരിക്കുന്ന ആം ആണ്. ഇതുണ്ടോ, അവിടെ വന്നപ്പോൾ ഐ വന്നു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈസും ആറിന്റെയും കൂടെ, ഈസിന്റെ കൂടെ സിംഗുലറും ആറിന്റെ കൂടെ പ്ലൂറലും വന്നു. പക്ഷെ ഐ വന്നിരിക്കുന്നത് ആമിന്റെ കൂടെയാണ്. പാസ്റ്റ് ടെൻസിൽ ഐ വന്നിരിക്കുന്നത് വോസിന്റെ കൂടെയാണ്. ഈ രണ്ട് ഡിഫറൻസുകൾ നിങ്ങൾ ഉടനെ തന്നെ മനസ്സിലേക്ക് പതിക്കുക. ഇനി ഇതിനെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ. കാരണം നമ്മൾ അതിന്റെ കൂടെ നോട്ട് ചേർത്താൽ മതി എന്ന് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഓക്സിലറി വെർബ്സ് കഴിഞ്ഞതിന് ശേഷം നോട്ട് ചേർക്കുക. നോട്ട് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയി എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, the first one, let's read. Once upon a time the sun was in shining brightly in the sky. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വോസിന്റെ കൂടെ നോട്ട് ചേർത്തു. അതിന്റെ ഷോർട്ട് ഫോം ആയിരുന്നു ഇൻഡ് എന്ന് പറഞ്ഞ വോസിൻഡ്. അപ്പം അത് പ്രസന്റിൽ വരുമ്പോൾ എന്ത് വരും? The sun is in shining. അല്ലേ? അതെല്ലാം മാറ്റം വന്നിട്ടുള്ളൂ. വോസിന് പകരം ഈസ് വന്നു. നോട്ട് ആയി തന്നെ റിമെയിൻ ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്സിലറി വെർബ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചേർക്കണം?
നോട്ട് ചേർക്കണം. എന്തിനു വേണ്ടിയിട്ട്? Negative നെഗറ്റീവ് ആക്കാൻ സെന്റൻസ് വേണ്ടിയിട്ട്. ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ ദ ബേർഡ്സ് ആർ ഇൻ ചീപ്പിംഗ് ഹാപ്പിലി. കണ്ടോ, ആർ ചീപ്പിംഗ് എന്നായിരുന്നു, അതിൽ ആർ റിൻഡ് എന്ന ഷോർട്ട് ഫോമിലേക്ക് വന്നു. അപ്പം അത് നെഗറ്റീവായി. ദ ഫ്ലവേഴ്സ് ആർ ഇൻ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. കണ്ടോ, ദ ഫ്ലവേഴ്സ് ആർ ബ്ലൂമിങ് എന്നുള്ളതായിരുന്നു. അവിടെ നമ്മൾ നോട്ടിന്റെ ഷോർട്ട് റിൻഡ് എന്നാക്കി, അത് നെഗറ്റീവ് ആക്കി. ജസ്റ്റിനെ എന്തെങ്കിലും സംശയം ഉണ്ടോ അല്ലേ ജസ്റ്റിനെ? നോ. നോ. ഇത് വരുമ്പോൾ നോക്കിയേ, സാറ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ എന്തായി? സാറ isn't playing അല്ലേ? എന്താ മാറ്റം വന്നിരിക്കുന്നത് ജസ്റ്റിനോടെ? സാറ കളിക്കുകയല്ല. കളിക്കുകയാണ് നമ്മൾ പറയുന്നത് അല്ലേ? സാറ കളിക്കുകയല്ല. കറക്റ്റ്, സാറ കളിക്കുകയല്ല. അപ്പൊ എന്ത് വന്നു? നോട്ട് ഈസ് ചെയ്തതിനു ശേഷം നോട്ട് ചേർത്തു. അതുപോലെ തന്നെ ഡാഡ് ഈസ് ഇൻ റീഡിങ് എ ബുക്ക് ആൻഡ് ദ ഡോഗ് ഈസ് ഇൻ സ്ലീപ്പിംഗ് ഇൻ ദ കോർണർ. അപ്പം അവിടെ നമ്മൾ വായിക്കുക, ഡാഡ് വായിക്കുകയാണെന്നും ഡോഗ് ഉറങ്ങുകയാണെന്നും പറഞ്ഞത്. ഇതായപ്പം അല്ല എന്ന് പറഞ്ഞു. So what we want to remember is that to make the sentence negative, we need to add not just after the auxiliary verbs. Is it clear, Jashwin? Yes. Yes, very good. And we move to the next one. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കണ്ടേ അല്ലേ? അപ്പോൾ അതായത് ഒരു ബേസിക് ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് സെൻസ് എങ്ങനെയാണ് ഉണ്ടാകേണ്ടതെന്ന് മനസ്സിലായി. അതിനുശേഷം ഇത് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതായിരിക്കും ആദ്യം കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ടെൻഷൻ. ആ ടെൻഷൻ മാറുന്നതിന് വേണ്ടി കുറച്ച് ഐഡിയാസ് ഞാൻ തരാം എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ഇഫ് യു ആ ഗൂഗിൾ ഇറ്റ്, നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊന്നല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് എവിടേക്കാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ടെമ്പററി കണ്ടിന്യൂസ്. വാട്ട് ഡു യു മീൻ ടെമ്പററി കണ്ടിന്യൂസ് യേശുവേ? എന്താണ് ടെമ്പററി കണ്ടിന്യൂസ്? ടെമ്പററി ആയിട്ടുള്ള കണ്ടിന്യൂസ്. ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു, അത് കുറേ നാളത്തേക്ക് നടക്കുന്നുണ്ടോ? ഇല്ല. അത് കുറച്ച് നേരത്തേക്ക് നടക്കുന്നു, ഒരു കുറച്ച് നാളത്തേക്ക് നടക്കുന്നു. അതിനെയാണ് ടെമ്പററി കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, അത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ജസ്റ്റിൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതും കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്ത് കണ്ടിന്യൂസ് ടെൻസ് ആണ്? ടെമ്പററി ആണ്, കുറച്ച് നേരത്തേക്ക് ചെയ്തുള്ളൂ അല്ലേ? അപ്പൊ അതിനെ നമ്മൾ ടെമ്പററി കണ്ടിന്യൂസ് എന്ന് പറയും. ഫ്യൂ എക്സാമ്പിൾസ് ആർ ഹിയർ. ഏതാണ് എക്സാമ്പിൾ? ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ റൈറ്റ് നൗ. ഷീ ഈസ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ അതെന്താണ്? കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താണ് കുക്ക് ചെയ്യുന്നത്? ഡിന്നർ കുക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴ്. ആ പറയുന്നത് കുക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറേ നേരത്തേക്ക് നിൽക്കുന്ന ഒരു കാര്യമാണോ? അല്ല, കുറച്ച് നേരത്തേക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു അത് ടെമ്പററി കണ്ടിന്യൂസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് കുറച്ച് നേരത്തേക്ക്. സെക്കൻഡ് വൺ, റീഡ് ദ സെക്കൻഡ് എക്സാമ്പിൾ. വാട്ട് ഈസ് ദാറ്റ്? ഷീ ഈസ് സ്ലീപ്പിംഗ്. ഷീ ഈസ് സ്ലീപ്പിംഗ്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി നേരത്തേക്ക് ഉറങ്ങുന്ന ഒരു സംഭവമാണോ? അങ്ങനെ മറ്റം പോയി കഴിഞ്ഞാൽ നമ്മൾ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ഉറങ്ങും അല്ലേ? കുട്ടികളാണെങ്കിൽ 10 hours ഒക്കെ ആയിരിക്കും. അപ്പം അതിന് നമ്മൾ ടെമ്പററി എന്ന് പറയുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് കുറച്ചു നേരത്തേക്കാണ്, അത് കുറേ അല്ലെങ്കിൽ വളരെ നീണ്ട ഒരു കാലഘട്ടത്തിലേക്ക് അല്ലാത്തതിനാലാണ് നമ്മൾ അതിനെ പറയുന്നത് എന്താണ്? ടെമ്പററി കണ്ടിന്യൂസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ നേരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. Is it clear, Jashin? Yes. Okay, next one. What is the next one? I think they are discussing something important. they are discussing something important. അവർ എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്നു. അതും എത്ര നേരത്തേക്ക് ഉണ്ടാകും? അങ്ങേറ്റം പോയ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ അല്ലേ? പോട്ടെ 5 മണിക്കൂർ എങ്കിലും അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ പറയുന്ന സമയത്ത് അറ്റ് കറന്റ് ടൈം പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമ്മൾ ഏത് ടെൻസിൽ പറയും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും എന്നുള്ളതാണ് ആദ്യത്തെ യൂസേജ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് യൂസേജ്, ദാറ്റ് ഈസ് ലോങ് കണ്ടിന്യൂസ്. എന്താണ് അപ്പോൾ ലോങ് കണ്ടിന്യൂസ്? ടെമ്പററി കണ്ടിന്യൂസ് എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ആയിട്ടുള്ള സമയത്തേക്ക് ഉള്ളതാണ്. ലോങ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചേച്ചിനെ? കുറെ നാളത്തേക്ക് നടക്കുന്നത്, കുറെ കാലത്തേക്ക് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന നിർബന്ധമില്ല. നമ്മൾ ആദ്യത്തെ എന്താ പറഞ്ഞേ? ഷീ ഈസ് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ അവൾ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അറ്റ് പ്രസന്റ് ഹാപ്പനിങ് ആണ്. എന്നാൽ ലോങ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആ സംഭവം ഞാൻ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ആ പ്രോസസ്സിൽ അത് നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ എപ്പോഴാണ്
ഞാൻ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു വർഷത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു 6 മാസത്തിൽ, ഒരു ലാസ്റ്റ് ഒരു മന്തിൽ ഞാൻ പഠിക്കുന്നുണ്ട്, അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പറയുന്ന സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്നത് നിർബന്ധമില്ല. നമുക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സംസാരിക്കുന്നത് എന്നാണ്, അല്ലെ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? അങ്ങനെയുള്ളതാണ്. പക്ഷെ അതല്ലാതെ രണ്ടാമത്തെ ഉപയോഗമാണ് ലോങ് കണ്ടിന്യൂസ്. അതായത് ഇപ്പോൾ പറയുന്ന സമയത്ത് അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഒരു ഡ്യൂറേഷനിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. Is it? Let's read the examples. There are 2 examples. Just read the first example. They are working in a private hospital. They are working in a private hospital. അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന സമയത്ത്, അപ്പം ഞാനൊരു ആൾക്കാരെ 2-3 ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഇപ്പോൾ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ല, അവരവിടെ ജോലി ചെയ്യുന്നവരാണ്. കൺസെപ്റ്റ് മനസ്സിലായോ? അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ, വാട്ട് ഇസ് ദ സെക്കൻഡ് വൺ? We are constructing a shopping complex. We are constructing a shopping complex എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുവല്ല, അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ല, വേറെ എന്താണ്? ആ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്. പറയുന്ന സമയത്ത് നടക്കുന്നില്ലെങ്കിലും പറയുന്ന ഡ്യൂറേഷനിൽ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യത്തെ ഒന്ന് പറഞ്ഞു, ടെമ്പററി കണ്ടിന്യൂസ് ആണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തത് നമ്മൾ പറയുന്ന കാലഘട്ടത്തിൽ ആ പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന സമയത്ത് ആ ജോലി അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അവിടെ യാതൊരു നിർബന്ധവുമില്ല. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഇത് നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസ് നൽകുന്നതായിരിക്കും. കാരണം ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ജസ്റ്റ് ഉപയോഗിക്കുന്നത്? ഒരു വിൽ ഉപയോഗിക്കണം എന്നാണ് മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? വിൽ ഓർ ഷാൽ എന്ന ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കണം എന്നാണ്, അല്ലെങ്കിൽ മോഡൽ വെർബ്സ് ഉപയോഗിക്കണം എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതല്ലാതെ വില്ലില്ലാതെ എന്ത് ചെയ്യാം? നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. Let's see some of the examples. The first one. She is coming here tonight. She is coming here tonight. Tonight എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വരാൻ പോകുന്നേ ഉള്ളൂ, അല്ലേ? ഫ്യൂച്ചർ ആണ്, വരാൻ പോകുന്നേ ഉള്ളൂ. She will come tonight എന്നല്ല പറയുന്നത്. She is coming here tonight. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഈ രണ്ടാമത്തെ എക്സസൈസ് കൊണ്ട് കഴിഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നതെന്ന്. സെക്കൻഡ് വൺ, just read the second one. We are going to have a party on Friday. We are going to have a party. Going to have a party on Friday. അതും വരാൻ പോകുന്നതാണ്, അല്ലേ? അതായത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ, ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. TLI. TLI അതെന്താണ് ജസ്റ്റിനെ? TLI ഫസ്റ്റ് വൺ, T for temporary, L for long and I for immediate future. അതായത് നിങ്ങൾ ഈ 3 ലെറ്റേഴ്സ് മാത്രം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്. കണ്ടോ, അത്രയും വലിയൊരു ടെൻസിനെ നമ്മൾ ചുരുക്കി TLI എത്തിച്ചിരിക്കുവാണ്. TLI, ടെമ്പററി, ലോങ്, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന 3 അക്ഷരത്തിലേക്ക് നമ്മൾ ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ഗ്രാമർ പഠിക്കേണ്ടത്. അല്ലാണ്ട് നമ്മളിതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട. നമ്മുടെ ആശയം നമ്മുടെ മനസ്സിലേക്ക് പോകുക. ഓക്കെ, T for temporary continuous, L for long continuous and I for immediate future. Okay, clear? Is it clear, Jashi? Yes. Okay, now past continuous ന്റെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. എന്താണ്? was or were plus V4 ആണ്. Then മറ്റേ നെഗറ്റീവ് ആണെങ്കിലോ നോട്ട് ചേർക്കും. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ്? was or were മാറിയിട്ട് എന്ത് വന്നു? is are വന്നു. നമ്മുടെ പ്രസന്റ് ഫാമിലി ആൻഡ് പാസ്റ്റ് ഫാമിലി ഓർക്കുക. then V4 സെയിം ആണ്, അല്ലേ? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്? ING ഉണ്ട്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ING ഉണ്ട്. അപ്പൊ സംശയമില്ല, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലും പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലും കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ING ഉണ്ട്. അപ്പം ING ഓർക്കുക. then ഇതിന്റെ is are ഉള്ളത് was were ആണ് എന്ന്, അത് 2 മാറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. നോട്ട് എന്ത് ചേർക്കുന്നത് 2ലും സെയിം ആണ്. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റിന് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? Yes. അതെ, വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് എടുത്തത്. കാരണം അതിലാണ് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉള്ളത്. അതിൽ നിന്ന് ഡിഡ് എടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതിൽ നിന്നെല്ലാം മാറ്റി വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ മുമ്പോട്ട് പോകും തോറും ഇതിനേക്കാളും ഈസി ആയിരിക്കും. അപ്പം ഇന്ന് ഓർത്തിരിക്കേണ്ട എത്ര മാത്രമേ ഉള്ളൂ, പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസ് ആർ പ്ലസ് വേർബിൻ്റെ ING ഫോമാണ്. ദെൻ അതിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ അത് നെഗറ്റീവ് ആവും. ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. സിമ്പിൾ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കാതിരിക്കരുത്. സെൻറ്റൻസ് ഉണ്ടാക്കുക, പ്രാക്ടീസ് ചെയ്യുക, വീട്ടിൽ അച്ഛനും അമ്മയുമായിട്ട് സംസാരിക്കുക, ബ്രദറും സിസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കുക. നിങ്ങൾ പുറത്തു പോകുമ്പോൾ കാണുന്ന എല്ലാം, നിങ്ങൾ കാണുന്ന വസ്തുക്കളെല്ലാം ഇംഗ്ലീഷിലുമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ ശ്രമിക്കുക. നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു, അപ്പം നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ആ മലയാളത്തിലാണ്. അതിന് പകരം നിങ്ങൾ അത് ഇംഗ്ലീഷിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ തെറ്റില്ലാതിരിക്കുന്നില്ലേ? ഇപ്പം നിങ്ങളുടെ ഒരു ഗുണം എന്താണ്? നിങ്ങൾ പറയുന്ന കാര്യം തെറ്റാണോ ഇല്ലയോ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ആ തെറ്റില്ലാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ you will become fluent and confident in English within the short time if you just follow my instructions and if you just travel with me. എൻ്റെ എല്ലാ ക്ലാസ്സുകളും കണ്ട് എന്നോട് ഒപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഷോർട്ട് ടൈമിൽ തന്നെ ഫ്ലുവൻ്റ് ആകാൻ സാധിക്കുന്നതാണ്. So we'll meet you next day with present continuous present perfect continuous ആയിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നതാണ്. അതുവരെ I'm James signing out from Fluent Now. Happy learning. Bye bye. Have a great day.